പ്രണയാംശം രചന ശ്രീ അക്കു, അവതരണം ഷാഹുൽ മഴി, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? കള്ളൻ, ആരടി കള്ളൻ നിങ്ങൾ തന്നെ. ഞാനതിനെന്ത് കള്ളത്തിന് കാണിച്ചെന്നാ? ഓ, ഒന്നും കാണിക്കാത്തൊരു നിഷ്കളങ്കൻ. നിങ്ങൾ പറഞ്ഞിട്ടല്ലോ മനുഷ്യ. വേണച്ചിന് ഡോറടിച്ച് കുറ്റിയിട്ട്. അതേലോ, അത് എൻ്റെ പെണ്ണിനും കുഞ്ഞിനും അനിയത്തിമാർക്കൊന്നും പറ്റാതിരിക്കാനല്ലേ. അപ്പൊ കാശിയേട്ടന് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? അത്ര പെട്ടെന്നൊന്നും എനിക്കൊന്നും പറ്റില്ല ഭാര്യയെ. നിന്റെ കാശിയേട്ടൻ സ്ട്രോങ് അല്ലേ, ഡബിൾ സ്ട്രോങ്. എന്ന് ആര് പറഞ്ഞു? നീ തന്നെ പറഞ്ഞാൽ മതി. നീയാണല്ലോ ഇപ്പൊ സ്ഥിരം എൻ്റെ സ്ട്രോങ്നെസ് അറിയുന്നത്. കാശി ഒരു വശ്യമായ ചിരിയോട് അവളെ മുഴുവനായി ഒഴിഞ്ഞു നോക്കി മീശ വിരിച്ച് പറഞ്ഞതും നീലാവന്റെ മുഖത്ത് നോക്കാനാവാത്ത വിധം ചൂളിപ്പോയി. എന്നിരുന്നാലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അവളവനെ നോക്കി കണ്ണുരുട്ടി. മോശത്തിനും പറയാതെ കാശിയേട്ടാ. പറയാനല്ല മോളെ, ചെയ്യാനാ പോകുന്നത്. പറയില്ല. അവൻ അവളെ തൻ്റെ ഇരുകൈകളിലും പൊക്കിയെടുത്ത് മുറിയിലേക്ക് നടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നുണ്ടായ പ്രവൃത്തിയിൽ നില ഞെട്ടി അവൻ്റെ ചുമലിൽ കൈമുറിക്കെങ്കിലും പിന്നെ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി. അതുകൊണ്ട് കാശി അവളെ കൂടി തന്നിലേക്ക് അടക്കി പിടിച്ചു. താഴെ ഇറക്ക് കാശിയേട്ടാ. ഇപ്പൊ ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മോളെ. നമ്മുടെ മുറിയിലെത്തിയിട്ട് ഞാൻ നിന്നെ താഴെ ഇറക്കാം. ഇപ്പം എൻ്റെ നിലക്കുട്ടി അവിടെ അടങ്ങിക്കിടക്ക്. കാശി തൻ്റെ തലയൽപ്പം താഴ്ത്തി നിലയുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞതും നില അവൻ്റെ മുഖം അല്പം കൂടി തനിക്ക് നേരെ താഴ്ത്തി ചുണ്ടിൽ അമർത്തിമുത്തി നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അതുകണ്ട് കാശി ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവളുമായി മുറിയിലേക്ക് കയറി കട്ടിലേക്ക് മറഞ്ഞു. ഇതേ സമയം തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു നാരായണൻ. എൻ്റെ മോനെ ഇതുപോലെ കിടത്തിയമാര് ഇനി ജീവനോടെ വേണ്ട മോനെ ഗിരിതറേ. എന്താ വെച്ചോ? നിന്റെ ഏട്ടൻ ഈ ഒരു അവസ്ഥയിലാക്കിയവരെ കരയണം, ചങ്ക് പൊട്ടിക്കരയണം. അതിനുവേണ്ടി നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ അച്ഛനുണ്ടാവും കൂടെ. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും അവൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് നിലയുടെ മുഖമായിരുന്നു. അവളുടെ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ വശ്യമായി തിളങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ അവളുടെ കാര്യത്തിൽ അച്ഛനും തനിക്കൊപ്പം ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ നിലയുടെ കാര്യം തന്നെ അയാൾക്ക് മുമ്പിലേക്ക് എടുത്തിട്ടു. അച്ഛാ, ഈ ഒരു സാഹചര്യത്തിൽ അവർ ആയുധബലം കൊണ്ട് വീഴ്ത്താൻ പറ്റില്ലെന്ന് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ പെണ്ണുങ്ങളെ വെച്ച് കളിക്കാം. നീ എന്താ മോനെ പറഞ്ഞു വരുന്നത്? അച്ഛനും മനസ്സിലാവുന്നില്ല. അച്ഛൻ ഞാൻ പറഞ്ഞു വന്നത് നിലയെക്കുറിച്ചാ. അവളെ പീച്ച് ചീന്തവന്മാർക്ക് മുമ്പിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഏട്ടൻ്റെ അടുത്ത് ആണത്തം കാണിച്ചവരെല്ലാം പൊട്ടിക്കരയും. അതുപോലെ അച്ഛന് മതിയടാ മോനെ. എൻ്റെ മോൻ ഇപ്പം കരയുന്നതിനേക്കാൾ ഇരട്ടി ശബ്ദത്തിൽ അവർ കരയണം. അതിന് ഇത് തന്നെയാണ് നല്ലത്. പക്ഷേ കുറച്ച് ദിവസം ഒന്ന് കാത്തിരിക്കണം. ഇപ്പം അവരെന്തിനും സജ്ജരായിട്ട് അവർ ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ നമ്മളിൽ നിന്നൊന്ന് മാറട്ടെ. എന്നിട്ട് പൊക്ക അവളെ. നീ എന്തു വേണമെങ്കിലും ചെയ്തോ മോനെ. എനിക്ക് അവരുടെ നാശം കണ്ടാൽ മാത്രം മതി. അച്ഛൻ എന്നെ വിശ്വസിക്കാം. അയാൾ അവിടുന്ന് പോയതും ഗിരിത തൻ്റെ കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് തൻ്റെ ഫോണിൽ കാണുന്ന നിലയുടെ ഫോട്ടോയിൽ തഴുകി അതിൽ അമർത്തി ചുംബിച്ചു. എനിക്ക് നിന്നെ വേണമെന്നില്ല. നിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നു. ഏകദേശം സന്ധ്യയോടടുപ്പിച്ചാണ് കാശി നിലയും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു കയ്യിൽ കുഞ്ഞിപ്പിണിനെയും മറുകയിൽ നിലയെയും പിടിച്ചുകൊണ്ടാണ് കാശി ഹാളിലേക്ക് വന്നത്. അവർ വരുന്നതുകൊണ്ട് എല്ലാവരും അവരെ ഒന്ന് ഇരുത്തി നോക്കി. ആൺപിള്ളേരെല്ലാം കാശി അടിമുടിയെന്ന് നോക്കി തലയാട്ടി. അതുകൊണ്ട് കാശി അവരെ നോക്കിയൊരു കള്ളച്ചിരിയോടെ മീശ വിരിച്ചു. എന്നാൽ നിലയാവട്ടെ ആരുടെയും മുഖത്ത് നോക്കാൻ നിൽക്കാതെ വേഗം അടുക്കളയിലേക്ക് മുങ്ങി. അതുകൊണ്ട് അവർക്ക് പുറകെ തന്നെ പെൺപടകളും പോയി. ആൺപിള്ളേർ പിന്നെ കാശിയെ കൈയോടെ തൂക്കി പുറത്തേക്ക് ഇറങ്ങി. കൂടെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുപോയി. കാശിക്ക് അവിടെയെല്ലാം അറിയാവുന്നതുകൊണ്ട് അവർ കുറച്ചു നേരം പുറത്തേക്ക് നടന്നതിന് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയതും എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി ഫ്രഷായി വീണ്ടും ഹാളിൽ ഒത്തുകൂടി. ഇനി എന്താ കാശി നെക്സ്റ്റ് പ്ലാന്? അതെ, നമ്മൾ തീരുമാനിച്ച പ്രകാരം ഇവിടെ എത്തിയല്ലോ. ഇനി എന്ത് ചെയ്യാനാ പ്ലാന്? കൃഷ്ണമാഷിനെയും മാലതി ടീച്ചറിനെയും കേസ് റീഓപ്പൺ ചെയ്യണം. റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ മരണത്തെ ഒരു സാധാരണ മരണമായിട്ടാണല്ലോ FIR പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയല്ല, ഒരു മർഡറാണെന്ന് പറഞ്ഞ് പുനരന്വേഷണത്തിന് ആവശ്യപ്പെടണം. എടാ, പക്ഷെ അങ്ങനെ ചെയ്താലും അതൊരു മർഡർ തന്നെയാണ് തെളിയിക്കാൻ പറ്റിയ തെളിവുകൾ വേണ്ടേ? നമ്മളത് എവിടെ ചെന്നുണ്ടാക്കും? അതെല്ലാം അതിൻ്റെതായ സമയത്തിന് താനേ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കോളും. നമ്മൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. കാശിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അവനിലേക്ക് ദൃഷ്ടി ഊന്നി. പിന്നെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് എല്ലാവരുടെയും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്തേക്കാം. ഇതിൽ അവരെന്തായാലും വീണോളും. പിറ്റേ ദിവസം നേരം വെളുത്തവും കാശിയും ആകാശവും നിലയും നിതയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പിന്നീട് അവർ തീരുമാനിച്ച പ്രകാരം അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും മരണം പുനരന്വേഷിക്കണമെന്ന് പരാതി നൽകി അവിടെ നിന്നും തിരികെ പോന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഈ വിവരം നാരായണനെ വിളിച്ച് അറിയിച്ചു. അപ്പം അവർ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. മോനെ ഗിരി, ഇനി ഒരു നിമിഷം കൂടി വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് അവരെ ഒതുക്കണം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കച്ച, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഗിരിയുടെ വാക്കുകളുടെ ആത്മവിശ്വാസം കണ്ട് നാരായണൻ പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാളുടെ മുറിയിലേക്ക് പോയി.
അതുകൊണ്ട് ഗിരി ഒരു ക്രൂരമായ ചിരിയോടെ തന്റെ പദ്ധതികൾ തയ്യാറാക്കാനുള്ള വഴികൾ അന്വേഷിക്കാനിറങ്ങി. 1.5 വർഷം മുമ്പുള്ള കേസായതിനാൽ പോലീസുകാരിൽ ആ കേസിനെ കുറിച്ച് വീണ്ടും പഠിക്കുന്ന തിരക്കിലായിരുന്നു. ഒപ്പം അവർ കൃഷ്ണമാഷും മാലതി ടീച്ചറും താമസിച്ചിരുന്ന വീടിന്റെ അയൽപക്കത്തും നാട്ടിലുമൊക്കെ അവരുടേതായ രീതിയിൽ അന്വേഷിച്ചു. പക്ഷെ ആർക്കും കൂടുതലായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ നിരാശയോടെ തിരികെ മടങ്ങി. നോക്കൂ മിസ്റ്റർ കശ്യപ്, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അവരുടെ മരണത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ആ നാരായണനെ അയാളുടെ മക്കളെയും ചോദ്യം ചെയ്യണമെങ്കിലും അവർക്ക് നേരെ എന്തെങ്കിലും തെളിവ് വേണം. അതൊന്നുമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. SI വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വന്നായിരുന്നു കാശിയും ആകാശും. അയാൾ ഇത്രനാൾ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു. കാശി അത് ശരിയാണെന്ന മട്ടിൽ തലയാനക്കി. അതിനോ സാർ, എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ തെളിവ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. തെളിവ് ഞങ്ങൾ കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാമല്ലോ. യെസ്, തീർച്ചയായിട്ടും. എങ്കിൽ സാർ കാത്തിരുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ സാറിനെ കാണാൻ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അവരുടെ മരണത്തെ സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ഭദ്രമായിട്ടുണ്ടാവും. ഓൾ ദി ബെസ്റ്റ് കശ്യപ്. ഞങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നതായിരിക്കും. അന്നങ്ങനെ പറഞ്ഞു പോകുന്നതിന് ശേഷം അവർ പല വഴിയിലൂടെയും തെളിവുകൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നിരുന്നില്ല. അതിനാൽ തന്നെ എല്ലാവരും എങ്ങനെ തെളിവുകൾ കണ്ടെത്തുമെന്ന ആലോചനയിൽ തലപൊഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീല അവിടേക്ക് വന്നത്. കാശിയേട്ടാ, നമ്മളിവിടെ വന്നിട്ട് ഇതുവരെയായിട്ട് അമ്പലത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. നമുക്കിന്ന് പോയാലോ? നമ്മുടെ ഈ കഷ്ടപ്പാട് കണ്ട് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നാലോ? കാശിക്ക് അല്പസമയം ടെൻഷൻ ഫ്രീ ആണെന്ന് തോന്നിയുകൊണ്ട് അവൻ പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെയൊന്ന് വൈകിട്ട് അവരെല്ലാം ഒരുമിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നിന്നും പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുമ്പോഴാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ ചാരി നിൽക്കുന്ന ഗിരിധരനെ അവർ കണ്ടത്. അവനെ അവിടെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ഒരുപോലെ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു. എന്നാൽ അവന്റെ കണ്ണുകളിൽ ആ സമയം കത്തുന്ന കാമമായിരുന്നു. ആ കണ്ണുകൾ കൊണ്ട് അവൻ നിലയെ ആകമാനം ഒഴിഞ്ഞു നോക്കി. ഇത് കണ്ട് കാശി അവൾക്ക് മുമ്പിലേക്ക് കയറിന്ന് ഗിരിധരനെ നോക്കി പല്ല് അടിച്ചു. എന്നാൽ തന്നെ നയനസുഖത്തിന് തടസ്സം വരുത്തിയ കാശിയെ ദേഷ്യത്തിൽ നോക്കി ഗിരിധർ അവന്റെ മുമ്പിലേക്ക് വന്നു നിന്നു. ആ എന്താടാ, കേസ് കേൾക്കാൻ തെളിവുകളൊന്നും കിട്ടാവുന്നപ്പോൾ ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ വന്നാണ് കുടുംബസമേതം? ഗിരിധറിന്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ട് കാശി അടക്ക ആൺപടകളെല്ലാം കൈമുഷ്ടി ഉരുട്ടി ദേഷ്യം അടക്കി പിടിച്ചു. അതുകൊണ്ട് ഗിരി അവരെ നോക്കി പുച്ഛി ചിരിച്ചു. എന്താടാ, നിനക്കൊക്കെ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എൻ്റെ ഏട്ടനെ കിടത്തിയ പോലെ എന്നെയും കിടത്താന്ന് വിചാരിക്കണ്ട. യശോധരല്ല ഈ ഗിരിധർ. ഗിരിധർ അല്പ അഹങ്കാരത്തോടെ പറയുന്ന കേട്ട് കാശി അവനെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചു. ഇത്ര വലിയ ഡയലോഗ് അടിക്കണ മോനെ ഗിരിധറെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ? ആകാശ് അവനെ അടിമുടിയെ നോക്കി കളിയാക്കിയോണ്ട് ചോദിക്കുന്ന കേട്ട് ഗിരിധർ അവനെ നോക്കി പല്ലി അടിച്ചു. നീയൊക്കെ കാത്തിരുന്നോ? ഈ ഗിരിധറിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ വൈകാതെ കാണിച്ചിരുന്നുണ്ട്. ഓ, അതിനെന്താ, ആയിക്കോട്ടെ. നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നെന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യ്. ഞങ്ങളത് കാണാനും നേടാനും തയ്യാറായി തന്നെ ഇരിക്കുന്നത്. അവൻ പറഞ്ഞതിന് ഒട്ടും വിട്ടുകൊടുക്കാതെ കാശിയും മറുപടി അറിഞ്ഞു. ഗിരി അവരെ ദേഷ്യത്തിലും നിലയെ വശ്യമായി നോക്കി കാറിലേക്ക് കയറി അവിടെ നിന്നും പാഞ്ഞു പോയി. കാശിയേട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. അയാൾ എന്നും ചെയ്യാൻ മടിക്കില്ല, ദുഷ്ടനാ. അവന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടോ ഭാര്യ. അതിന് താനിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കെതിരെ വരുന്ന എന്തിനേയും നേടാൻ ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ ഇവിടുന്ന് പോകുന്നവരെ ഇവരിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒരു പോറൽ പോലും എടുക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം. എന്താ അതുപോലെ? കാശി നിലയുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ട് അവനവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അവർക്ക് പുറകെ തന്നെ ബാക്കിയുള്ളവർ നടന്നു. എടാ കാശി, ഈ പ്ലാൻ വേണം. ഇത് കുറച്ച് റിസ്ക് അല്ലേ? റിസ്ക് ആണ്, അതെനിക്കറിയാം. പക്ഷേ ഇതെല്ലാം നമുക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. പക്ഷെ എന്തോ ഒരു പേടി. നമ്മളിവിടെ തളർന്നു പോയാൽ പിന്നെ നമ്മുടെ പതനമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് എന്ത് വന്നാലും തോറ്റ് പിന്മാറരുത്. പിന്നെ ഇന്നു മുതൽ നമ്മുടെ കണ്ണുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ ചുറ്റും വേണം. അവർക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ നോക്കേണ്ട ചുമതല നമ്മുടേതാണ്. പിന്നെ ധീരജ്, ജോയൽ, നിങ്ങൾ എന്ത് സംഭവിച്ചാലും ഒരിക്കലും അവിടെ അടുത്തൊന്നും മാറരുത്. അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാലടക്കം നിങ്ങൾ അവിടെ അടുത്തൊന്നും മാറാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായടാ. എങ്കിലെല്ലാവരും പോയി കിടന്നു. ഞാൻ ഗാർഡ്സിനെ കണ്ട് സെക്യൂരിറ്റി ഒന്ന് കൂടി ടൈറ്റാക്കാൻ പറഞ്ഞിട്ട് വരാം. കാശി അതും പറഞ്ഞ് മുറ്റത്തേക്ക് പോകുന്ന കണ്ട് ബാക്കി 3 പേര് അവൻ തിരികെ വരുന്നത് നോക്കി അവിടെ തന്നെ നിന്നു. കാശി തിരികെ വന്നതിന് ശേഷമാണ് അവരെല്ലാം അകത്തേക്ക് കയറിയത്. അപ്പോൾ തന്നെ പെൺകുട്ടികൾ ഭക്ഷണമെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതും കാശി എല്ലാവരോടും ഹാളിൽ വന്നിരിക്കാൻ പറഞ്ഞു കേട്ട് എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഇപ്പോൾ. എന്താ കാശിയേട്ടാ, എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മർഡർ കേസ് റീഓപ്പൺ ചെയ്ത കാര്യം. അതൊരു മർഡർ കേസ് തന്നെയാണെങ്കിൽ അവരെ കൊലപ്പെടുത്തിയത് നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഇനി എല്ലാവരും വളരെ ശ്രദ്ധയോടെ വേണം എന്നും ചെയ്യാം. ആരും ഒറ്റയ്ക്ക് എവിടേക്കും പോകരുത്. എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അതാദ്യം ഞങ്ങളോട് പറയണം. പിന്നെ ഇന്നു മുതൽ ലച്ചുവും വേണുവച്ചനും സീതമ്മയും ഞങ്ങളുടെ ഒപ്പം ഇവിടെ കഴിഞ്ഞാൽ മതി. പിന്നെ ഒരു കാരണവശാലും പുറകിലെയോ ബാൽക്കണിയോ മറ്റും വാതിലും നിങ്ങളുടെ സാന്നിധ്യത്തിലല്ലാതെ തുറന്നിടരുത്. ഏത് നിമിഷവും നമുക്ക് നേരെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം.
അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ആരും പേടിക്കരുത്. ധൈര്യത്തോടെ എന്തിനേയും നേടാൻ തയ്യാറായി തന്നെ ഇരിക്കണം. കാശി അത്രയും പറഞ്ഞ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയതും എല്ലാവരും അവൻ പറഞ്ഞ് മനസ്സിലായെന്ന പോലെ അവരെ നോക്കി തലയാട്ടി. അതുകൊണ്ട് കാശി ആ സംസാരം അവിടെ അവസാനിപ്പിച്ച് എല്ലാവരെയും കിടക്കാനായി പറഞ്ഞുവിട്ട് കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് മുറിയിലേക്ക് പോയി. അവന് പുറകെ തന്നെ ബാക്കിയുള്ളവരും അവരവരുടെ മുറികളിലേക്ക് പോയതും പെൺകുട്ടികൾ അവിടെ എല്ലാം ഒതുക്കി ലൈറ്റ് ഓഫ് ചെയ്ത് അവരവരുടെ മുറികളിലേക്ക് പോയി. പിറ്റേ ദിവസം നേരം വെളുത്തവും എല്ലാവരും ഒരിക്കൽ കൂടി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കാശിയും ആകാശും കൂടി ടൗണിലേക്ക് പോയി. അവർ പോയതിന് പുറകെയാണ് അവരുടെ അയൽപക്കത്തെ വീട്ടിലേക്ക് പുതിയ താമസക്കാർ വന്നത്. അതുകൊണ്ട് പെൺപിള്ളേരെല്ലാം അവരെ പരിചയപ്പെടാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും ജോയലും ധീരജും കൂടി അവരെല്ലാം അകത്തോട്ട് തന്നെ ഓടിച്ചു. പോവാതെ നിന്നിരുന്ന നിതയെ ധീരജ് തറപ്പിച്ച് നോക്കി കണ്ട് നിത ധീരജിനെ നോക്കി ചുണ്ടുകൂട്ടി ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. അതോടെ എല്ലാം കയ്യിൽ നിന്ന് പോയി എളിയാന്ന ഭാവത്തിൽ ധീരജ് ജോയലിനെ നോക്കി തലക്ക് കൈ കൊടുത്തു. ഇപ്പൊ അവിടെ പുറകെ പോയ കാര്യങ്ങൾ കൂടുതൽ വഷളാതെ പറഞ്ഞ് നേരെയാക്കാൻ പറ്റും. നേരം വൈകുന്തോറും അവളത് മനസ്സിലിട്ട് കുത്തിക്കീറി ചിന്തകൾ കൊണ്ട് കാട് കയറി. അതുകൊണ്ട് മോൻ വേഗം അവിടെ പുറകെ വിട്ടോ. ജോയൽ പറയാൻ കാത്തുന്ന പോലെ ധീരജ് നിതയുടെ പുറകെ അകത്തേക്ക് ഓടി. ധീരജിന്റെ ഓട്ടം കണ്ട് ചിരിച്ചിരിഞ്ഞ ജോയൽ കാണുന്നത് തന്നെ നോക്കി കണ്ണുരുട്ടുന്ന നിളയെയാണ്. അയ്യോ, ഈ ചായന്റെ കൊച്ചിങ്ങനെ കണ്ണുരുട്ടാതെ ആ കണ്ണിപ്പോ പുറത്തു വീണ് പോയില്ലായോ? പോയി ചായ, എന്നോട് മിണ്ടണ്ട, എന്നെ കളിയാക്കിയില്ലേ? പോടിയോടും നിന്റെ ചേട്ടൻ എന്ന് പറയുന്ന ആ മുതലും മറ്റനുള്ളതുകൊണ്ട് മനുഷ്യനൊന്നും സ്വസ്ഥമായിട്ട് നിന്നോട് മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കർത്താവായിട്ടൊരു വഴി കാണിച്ചെന്നാ അതിപ്പോ അവള് മിണ്ടില്ല പോലും. ജോയലിന്റെ ദീനരോധനം കേട്ട് നീള പരിഭവം പറഞ്ഞ് അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. അവളുടെ ആ ചിരി കണ്ട് ജോയലിന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയം കത്തിച്ചൊലിച്ചു. ചിരിച്ചിരിച്ച് വയറുവേദന വന്നപ്പോഴാണ് നീള ചിരി നിർത്തിയത്. എന്നാൽ മുന്നോട്ട് നോക്കി അവളുടെ കണ്ണുകൾ ജോയലിന്റെ പ്രണയത്തോടെയുള്ള നോട്ടം കണ്ട് വല്ലാതെ പിടഞ്ഞു. ഇനി അവനെ നോക്കിയാൽ ശരിയാവില്ലെന്ന് തോന്നിയുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ജോയൽ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ച് വീടിന്റെ സൈഡിലെ ചുമരിലേക്ക് ചായച്ച് നിർത്തി. എങ്ങോട്ടാ ചായനെ കുറിച്ച് പോകുന്നു? എന്നെ വീടിച്ച ഞാൻ പോട്ടെ. പോവാം, പക്ഷെ കുറച്ചു നേരം ഇവിടെ ചായന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക വെച്ചേ. ജോയൽ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നീള ചലിക്കാനാവാതെ അവന്റെ മുഖത്തോട്ട് തന്നെ മിഴിനട്ട് നിന്നു. ഇരുവരുടെയും മിഴികൾ പരസ്പരം കോർത്തും പതിയെ അവരുടെ മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. പതിയെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. തികച്ചും ശാന്തമായൊരു ചുംബനമായിരുന്നു അത്. ഒട്ടും വേദനിപ്പിക്കാതെ പതിയെ പതിയെ അവൻ അവളുടെ ഇരുവാത്തരങ്ങളും നുണഞ്ഞെടുത്തു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ പതിയെ അവളിൽ നിന്നും പിന്മാറി അവളുടെ മുഖത്തേക്ക് നോക്കി. ചോര തൊട്ടെടുക്കാൻ പാത്തിന് ചുവന്ന് തുടുത്തിൽക്കുന്ന തന്റെ പെണ്ണിനെ കണ്ട് അവന്റെ അധരങ്ങളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ആ സമയം അവന്റെ നോട്ടം തനിക്ക് നേരെയാണെന്ന് മനസ്സിലായതും അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവനും ആ സമയം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് മുടികളിൽ തഴുകി മൂർത്താവിൽ ചുംബിച്ചു. അവിടെ അവർ തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ പങ്കിടുമ്പോൾ അത് കണ്ടു നിൽക്കാനാവാതെ ഒരുവൻ തൊട്ടപ്പുറത്ത് മിഴികൾ വാർത്ത് നിൽപ്പുണ്ടായിരുന്നുവെന്നവർ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തങ്ങൾ നിൽക്കുന്നിടത്ത് എന്തോ ശബ്ദം കേട്ടതും അവരിരുവരും വേഗം അടർന്നു മാറി. ആ സമയമാണ് അടുത്ത വീട്ടിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടത്. അത് കേട്ട് അവരിരുവരും മതിലിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. അത് കേട്ട് അവർക്ക് പുറകെ നിലയിൽ ലക്ഷ്യം എല്ലാം ഇറങ്ങി വന്നു. അവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഒരു പെൺകുട്ടിയുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന നീരജിനെയായിരുന്നു. നീരജിനെ അവിടെ കണ്ട് അവർക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടായത്. കാരണം മാഷച്ചന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പെങ്ങളും വീട് വെച്ച് താമസിച്ചിരുന്നു. അങ്ങനെയുള്ളവർ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഞെട്ടില്ലായിരുന്നു അവർ. എന്നാൽ അപ്പോഴാണ് അവിടെ മുറ്റത്ത് നിൽക്കുന്ന മാഷച്ചന്റെ പെങ്ങളെയും ഭർത്താവിനെയും അവർ കണ്ടത്. അവരിവരെ കണ്ടിരുന്നു. അവർക്ക് ഇവരെ കണ്ടതിൽ വല്ലാത്ത ഞെട്ടലായിരുന്നുവെങ്കിലും അവർ വേഗം മതിലിനരികിലേക്ക് വന്നു. മക്കളെ, നിങ്ങളെന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ സ്വന്തം വീടാ ആൻറ്റി. ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാ. അതെയോ? ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറ്റി. അതെന്തു പറ്റി? അതൊന്നും പറയാതിരിക്കുന്ന ഭേദം മക്കളെ. നിങ്ങൾ അവിടുന്ന് പോയതിന് ശേഷമായിരുന്നു എൻ്റെ 2 ആൺമക്കളുടെയും കല്യാണം. നീല കല്യാണം കഴിച്ച് അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഒരു പെൺകുട്ടിയെ തന്നെയായിരുന്നു. നീരജ് കല്യാണം കഴിച്ച് അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ. കല്യാണം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ നീല കല്യാണം കഴിച്ച പെൺകുട്ടി മറ്റൊരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അതോടെ നീരജ് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവൾ ഇവിടെ നിർത്താൻ താല്പര്യമുണ്ടായി. അവർ പറയുന്ന മൂത്ത മോൻ്റെ കല്യാണം വേഗം നടത്താനാണ്. അത് കഴിഞ്ഞിട്ട് അവരവരുടെ മോളെ ഇങ്ങോട്ട് വിടാന്ന്. ഇപ്പോഴാണെങ്കിൽ ആ കുട്ടി ഗർഭിണിയാണ്. അത് പറയാനും നിഖിലിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനും പറയാൻ വേണ്ടി വന്നാ അവരിപ്പോൾ. അയ്യോ, അത് കഷ്ടമായി പോയില്ല ആൻറ്റി. എന്നിട്ടിപ്പോൾ ചേട്ടന് വേറെ കല്യാണം നോക്കുന്നുണ്ടോ? നോക്കുന്നൊക്കെ ഉണ്ട് മക്കളെ, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ആർക്കും 2ാം കെട്ടിയറിനെ വേണ്ടെന്ന്. പോരാത്തിന് ആ പെണ്ണ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവനൊരാണില്ല, അവന് കഴിവുകളൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കണ്ണുകൾ നിലയുടെ കാലിലേക്ക് പോയത്. നീള, മോളുടെ കാല് ശരിയായോ? അതൊക്കെ ഇപ്പോൾ ശരിയായിട്ട് 3-4 മാസമായി ആൻറ്റി. മോളെ എന്നാൽ ഞങ്ങൾക്ക് തന്നേക്കാമോ? ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. എൻ്റെ മോന് ഇവൾ ആദ്യമേ ഇഷ്ടമായിരുന്നല്ലോ. അത് നടക്കത്തില്ല അമ്മച്ചി. എൻ്റെ പെണ്ണിനെ തൽക്കാലത്തേക്ക് ഞാൻ ആർക്കും കെട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെല്ലാം കേട്ടിരുന്ന ജോയൽ നിളയെ നിഖിലിന് വേണ്ടി ആലോചിക്കുന്ന കേട്ട് എടുത്തടിച്ച പോലെ പറഞ്ഞു. അവരുടെ മുഖം വിളറി വെളുത്ത പോലെയായി.
അത് ആൻറ്റി നിളയെ കെട്ടാൻ പോകുന്ന ചെക്കനാ ജോയിൽ. ഇവിടെ മനസ്സമ്മതം കഴിഞ്ഞതാ. അതെയോ? എനിക്കറിയില്ലായിരുന്നു. അത് സാറില്ല, ഇപ്പറഞ്ഞല്ലോ. അത് മതി. നിള ഒന്നിങ്ങോട്ട് വന്നേ, എനിക്കൊരു കോഫി വേണം. പറയലും ജോയിൽ നിളയും വലിച്ച് അവിടുന്ന് പോവലും കഴിഞ്ഞിരുന്നു. ആ കാഴ്ച കണ്ടെന്നവർക്ക് ചിരി പൊട്ടിയെങ്കിലും അവരത് മറച്ചു പിടിച്ച് നിഖിലിന്റെ അമ്മയോടും അച്ഛനോടും പിന്നെ കാണാമെന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് കയറിപ്പോയി. അവർ പോയി കഴിഞ്ഞതും നിഖിലിന്റെ അച്ഛൻ അവരുടെ അമ്മയെ ദേഷ്യത്തിലും നോക്കി. നിനക്കിപ്പോൾ സമാധാനമായല്ലോ. നീ ഒറ്റൊരുത്തിക്കാരനല്ലേ. നമ്മുടെ മോനന്ന് ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ പോയി പറഞ്ഞ് അവനും നിന്റെ താളത്തിനൊത്ത് തുള്ളി ആ കുട്ടിയെ വിഷമിപ്പിച്ചു. ഇപ്പം കണ്ടില്ലേ ആരാ കിടന്ന് വിഷമിക്കുന്നെന്ന്. ആദ്യ ദൈവം പിന്നെ ഇപ്പം അടുത്ത നിമിഷം കിട്ടും നമ്മൾ ചെയ്തതിൻ്റെ കൂലി. അയാൾ അത്രയും പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിലും നോക്കി അകത്തേക്ക് കയറിപ്പോയതും നിഖിലിന്റെ അമ്മ ഉത്തരം മുട്ടിയ പോലെ അവിടെ നിന്നുപോയി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അകത്ത് ഇതെല്ലാം കേട്ടിരുന്ന നിഖിലിന്റെയും. ജോയിൽ കോഫി വേണമെന്ന് പറഞ്ഞ് നിലയെ വലിച്ചുകൊണ്ടുപോയത് ബാൽക്കണിയിലേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന നിതയെ ഓരോന്നും പറഞ്ഞ് മടിയിലിരുത്തി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന നീരജിനെയാണ്. മതിയടാ ഉറിയത്, ഇനി എഴുന്നേറ്റ് പോകാൻ നോക്ക്. ജോയിലിന്റെ ശബ്ദം കേട്ട് നീത വേഗം ധീരജിന്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ജോയിലിനെയും നിളയും നോക്കി ഒരു വളിച്ച ചിരിച്ച് അകത്തേക്ക് ഓടി. അവൾ എഴുന്നേറ്റ് പോയത് കണ്ട് ഒരു നിരാശയോടെ ധീരജ് എഴുന്നേറ്റ് അടുത്തിൽ നിൽക്കുന്ന ജോയിലിനെ നോക്കി പല്ല് അടിച്ചു. നിങ്ങളിപ്പോൾ എന്തിനാ മനുഷ്യൻ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഓ, ഞാൻ വന്നായിപ്പോൾ അവന് കുഴപ്പം. നിന്നോട് ഞാൻ അവിടെ പിണക്കം മാറ്റാനിടെ പറഞ്ഞുള്ളൂ. അത് തന്നെയല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് മോൻ്റെ ചെയ്തെങ്കിൽ അധികം ചെയ്യണ്ട, താഴേക്ക് വിട്ടോ. ധീരജ് ജോയിലിനെ നോക്കി ചുണ്ടുകൂട്ടി അവിടെ നിന്ന് ചവിട്ടിത്തുള്ളി പോയതും ജോയിൽ നിളയെ ചേർത്ത് പിടിച്ച് അവിടെ ഇട്ടിരുന്ന ചെയറിലേക്ക് ഇരുന്നു. നീ പറഞ്ഞ നിന്റെ കഥയിൽ തേപ്പിസ്റ്റാൻ്റെ ഫാമിലി അല്ലേ അത്? എങ്ങനെ മനസ്സിലായി? അതിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു. അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്കത് അവർ തന്നെയാണെന്ന് കത്തി. അതുകൊണ്ട് തന്നെയാ അവർ വീണ്ടും അവരുടെ മോന് വേണ്ടി എൻ്റെ പെണ്ണിനെ ആലോചിച്ചപ്പോൾ അവർക്ക് ഞാൻ നല്ലൊരു കൊട്ടു കൊടുത്ത്. അല്ലാതെ കുശുമ്പുത്തിയിട്ടല്ല അല്ലേ. പെണ്ണ് നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാ. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണാ നീ. അതുകൊണ്ട് തന്നെ വിട്ടുകളയാൻ തോന്നിയില്ല. അങ്ങനെയുള്ള എൻ്റെ പെണ്ണിൻ്റെ പേരിനൊപ്പം മറ്റൊരുവൻ്റെ പേര് കൂട്ടിയെടുത്ത് പറയുന്നത് എനിക്ക് സഹിക്കില്ല. എൻ്റെ ഈ പൂച്ചപ്പെണ്ണിന് എത്ര ജന്മമുണ്ടെങ്കിലും എൻ്റേത് മാത്രമായാൽ മതി. ജോയിൽ നിളയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറയുന്നതായിട്ട് നിളയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. അവൾ തൻ്റെ ഇരുകൈകളാൽ അവനെ ചേർത്ത് പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നിരുന്നു. ഒപ്പം അവൻ്റെ നെഞ്ചിലൊരു നനുത്ത ചുംബനവും നൽകി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നിരുന്ന നിഖിലിൻ്റെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു. നിളയുടെ മൂർത്താവിൽ ചുംബിച്ച് തലപൊക്കിയ ജോയിലും കണ്ടിരുന്നു അവനവിടെ നിൽക്കുന്നു. ആ സമയം ജോയിലിൻ്റെ കൈകൾ ഒന്നുകൂടി നിളയിൽ മുറുകി എൻ്റേതാണെന്ന് പറയും പോലെ. അതുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ അപ്പോൾ തന്നെ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ഈ സമയം ബാൽക്കണിയിലേക്ക് വന്ന ധീരജ് അവിടെ പറ്റിച്ചേർന്നിരിക്കുന്ന ജോയിലിനെയും നിളയെയും കണ്ട് ഒരലറലായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.